ഹായ് ഓൾ, വെൽക്കം ടു ടെക്സ്റ്റ് ബുക്ക് കേരള. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രിക്ക് സെഷനാണ്. ട്രിക്ക് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമുക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻസറിലേക്ക് എത്താനുള്ള ശ്രമമായിരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലത്തിന് വേണ്ടി എന്തിനായിരിക്കും നമ്മൾ ഒരു 1-1.5 മിനിറ്റ് നേരം കളയുന്നത്? അപ്പൊ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താമെന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വിത്ത് പ്രൂഫോട് കൂടിയാണ്. ഇപ്പൊ നോർമലി നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് എന്താണ്, പക്ഷെ നമുക്ക് ഏത് രീതിയിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുള്ള രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രതിവർഷം 9% ലളിതമായ പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് X രൂപ നിക്ഷേപിച്ചാൽ 4 വർഷത്തേക്ക് പ്രതിവർഷം 7.5% സാധാരണ പലിശ നിരക്കിൽ Y രൂപ നിക്ഷേപിച്ചാൽ അതേ പലിശ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ X/Y കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്താണെന്നുള്ളതും ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഓരോന്നിന്റെ നമ്മൾ വില എടുക്കുന്നു, ഓരോന്നിന്റെ പെർസെൻറ്റേജ് എടുക്കുന്നു, നമ്മൾ നേരെ നമ്മൾ അതിന്റെ ഫോർമുലയെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്ത് അവസാനം നമ്മൾ X/Y എന്ന് പറയുന്ന നമ്മുടെ റേഷ്യോയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ ട്രിക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ആദ്യത്തെ വരിയിൽ തന്നിരിക്കുന്ന ആ 9% സിമ്പിൾ ഇൻട്രസ്റ്റിനെയും 5 വർഷത്തേക്കാണ് നിക്ഷേപിച്ചിരുന്നത് അല്ലേ? അപ്പൊ ആ ഇൻട്രസ്റ്റ് റേറ്റിനെയും ആ വർഷത്തിനെയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അഥവാ 9 × 5 എന്ന് പറഞ്ഞ് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. 9 × 5 എന്താണ് നമ്മുടെ ആൻസർ വരുന്നത്? 45 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. അത് ഇവിടെ എഴുതുക. അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ വരിയിൽ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 7.5നെയും 4 വർഷം എന്നാണ് പറയുന്നത് അല്ലെ? ആ രണ്ടിനും കൂടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. 7.5 × 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ വരുന്നത്? 30 എന്നാണ് ആൻസർ വരുന്നത്. ഇത് നിങ്ങൾ ഇവിടെ എഴുതുക. നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 45ന്റെയും 30ന്റെയും എൽസിയം കാണാന്നുള്ളതാണ്. 45ന്റെയും 30ന്റെയും എൽസിയം 90 ആണ്. അത് ഞാൻ ഇവിടെ എഴുതി. ഇനി നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 45 90 എത്ര പ്രാവശ്യം പോകും നോക്കുക. 45 90 2 പ്രാവശ്യം പോകും. അതേപോലെ 30 90 എത്ര പ്രാവശ്യം പോകും നോക്കുക. 30 90 3 പ്രാവശ്യം പോകും. അഥവാ 2:3 ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കോ. ഒരു തുക പ്രതിവർഷം 20% സാധാരണ പലിശ നിരക്കിൽ നിക്ഷേപിക്കുമ്പോൾ 4 വർഷത്തിന് ശേഷം 2160 രൂപയാകും. അതേ തുകയ്ക്ക് 2 വർഷത്തിനുള്ളിൽ അതേ നിരക്കിൽ സാധാരണ പലിശ എത്ര ലഭിക്കുമെന്നാണ് ചോദ്യം. അപ്പൊ ഇതിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നോർമൽ സ്റ്റെപ്സിലൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത്രയധികം സ്റ്റെപ്സ് വരും. ഓരോന്നിന്റെയും നമ്മൾ എമൗണ്ട് എഴുതി, റേറ്റ് എഴുതി, ടൈം എഴുതി, ഫോർമുല നമ്മൾ യൂസ് ചെയ്തു. ഫോർമുലക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. ആ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടോട്ടൽ എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് കുറച്ച് കൊണ്ടുവന്ന് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് എത്തി. പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്ന് നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് എത്താവുന്നതാണ്. ഇപ്പൊ വളഞ്ഞ് നമ്മൾ മൂക്ക് പിടിക്കുകയാണ്. ഇതിനൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എപ്പോഴും നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അഥവാ നിക്ഷേപ തുക എന്ന് പറയുന്നത് 100% ആയിരിക്കും. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാന്ന് നോക്കൂ, 20% അല്ലേ? അങ്ങനെ എത്ര വർഷത്തേക്കാണ് തന്നിരിക്കുന്നത്? 4 വർഷത്തേക്കാണ് തന്നിരിക്കുന്നത്. ഇപ്പൊ 20 × 4 എന്ന് പറയുന്നത് 80%. നമ്മുടെ നിക്ഷേപ തുക എന്ന് പറയുന്നത് 100%. 100ഉം 80ഉം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് വന്നു? 180% എന്ന് പറഞ്ഞു. ആ എമൗണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്ന 2160 എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. 180% എന്ന് പറയുന്നത് 2160 ആണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 വർഷത്തേക്കുള്ള നമ്മുടെ പലിശയാണ് കാണാൻ പറയുന്നത്. നമുക്കറിയാം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 20% ആണ്. ഇപ്പൊ 2 വർഷത്തേക്ക് എന്ന് പറയുമ്പോൾ 20 × 2 അഥവാ 40% വരും. 40% കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്തി എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 180% 2160 ആണെങ്കിൽ ഇനി നമുക്ക് എന്തൊക്കെ വെട്ടാം? ഈ 0 വെട്ടി, ഈ 0 വെട്ടി. 18 214 എത്ര പ്രാവശ്യം പോകും? 12 പ്രാവശ്യം പോകും. അതേ 12 കൊണ്ട് തന്നെ നിങ്ങൾ ഈ 40 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ആയിട്ടുള്ള 480ലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ ആൻസർ 480 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നോക്കൂ, എത്ര കുറച്ച് സമയം കൊണ്ടാണ് നമുക്ക് ഈ കാൽക്കുലേഷൻസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോഴ്സിലത്തെ നമുക്ക് എല്ലാ ടോപ്പിക്സിൽ നിന്നുള്ള ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നമുക്കൊരു വെറും ഒരു 5 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ആൻസറിലേക്ക് എത്താമെന്നുള്ളത് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പൊ ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ടാറ്റ.